ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അത് നിങ്ങൾ പറയുന്നത് പോലെ ആവില്ല. നിങ്ങൾ ആരാണെന്നും എന്താണെന്നും ഞങ്ങൾ ആദ്യം കണ്ടെത്തും. എന്നിട്ട് നിങ്ങളെ ജനങ്ങൾക്ക് മുന്നിലും നിയമത്തിന് മുന്നിലും കൊണ്ടുവരും. കരുതിയിരുന്നോ? ഞാൻ കരുതിയിരുന്നോളാം. പക്ഷെ ഏതാണ് ആദ്യം സംഭവിക്കുന്നതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കാണാം. കാണാം. ഹൽദി അപ്പോ വീട്ടിൽ വെച്ച് തന്നെ നടത്തുന്നല്ലേ? അതെ. ഓഡിറ്റോറിയൊക്കെ ബുക്ക് ചെയ്യാൻ പോയാൽ ഒരുപാട് പൈസയാവും. അതൊന്നും വേണ്ട. വീട്ടിലെങ്കിൽ വീട്ടില്, പക്ഷെ അവിടുന്ന് വരുന്നവരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള ഒരുക്കങ്ങൾ എങ്കിലും നടത്തണം. അല്ലെങ്കിൽ നാണക്കേടാ. അവരുടെ രീതിക്ക് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ പിന്നെ അതിന് ശ്രമിച്ച് പരാജയപ്പെടാൻ നിൽക്കണ്ട. നമ്മൾ എന്താണെന്നും നമ്മുടെ സാഹചര്യം എന്താണെന്നും മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. അമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. ഇന്നത്തെ കാലത്ത് വില കിട്ടണമെങ്കിൽ കുറച്ച് ഷോയൊക്കെ വേണം. ഓ, അത് നാത്തും പറഞ്ഞ ശരിയാ. ആയിക്കോട്ടെ, നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്. ഞാൻ ഒന്നും പറയുന്നില്ല. ഈ ചെറുക്കന് എന്താ പറ്റിയേ? നമ്മൾ പറയുന്നത് ഒക്കെ എതിർക്കുന്ന പോലെ. അതവനവന്റെ അച്ഛനെ കണ്ടു പഠിക്കുന്നതായിരിക്കും. അബി, എന്താ ചേച്ചി? നീ എന്താ ഇങ്ങനെ? എന്തിനെങ്ങനെ വിഷമിക്കുന്നെ? എനിക്കറിയില്ല ചേച്ചി, പഴയതുപോലെ ആവാൻ എനിക്ക് സാധിക്കുന്നില്ല. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. നിനക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞതൊക്കെ മറന്ന് സന്തോഷത്തോടെ ഇരിക്കണം. ഞാൻ കാരണം ചേച്ചി ഒരുപാട് ബുദ്ധിമുട്ടി. അങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. അതൊക്കെ കഴിഞ്ഞു. ഇനി അതോർത്ത് വിഷമിച്ച് നിന്റെ ജീവിതം നശിപ്പിക്കരുത്. കാര്യങ്ങളൊന്നും ആരും അറിഞ്ഞിട്ടില്ല. നീ ഈ രീതി പെരുമാറിയാ എല്ലാരും നിന്നെ ശ്രദ്ധിക്കും. അത് പിന്നെ വലിയ പ്രശ്നാവും. അറിയാഞ്ഞിട്ടല്ല ചേച്ചി, പഴയതുപോലെ ആവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞ് നിന്റെ ജീവിതം നശിപ്പിക്കാൻ പാടില്ല. നിന്നെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരുപാട് പേര് ഈ വീട്ടിൽ തന്നെയുണ്ട്. അത് നീ മറക്കരുത്. നിനക്കൊരു തെറ്റ് സംഭവിച്ചു. അത് തെറ്റാണെന്ന് നിനക്ക് തന്നെ ഇപ്പൊ ബോധ്യമുണ്ടല്ലോ. ഇനി ഒരിക്കലും ആ വഴിയിലേക്ക് പോകാത്ത രീതിയിൽ നീ നിന്നെ തിരുത്തണം മോനെ. തെറ്റിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ തെറ്റ് ശരി ഏതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിലാണ് കാര്യം. ചേച്ചി പറയുന്നത് മോന് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. എങ്കിലെനിക്ക് എന്റെ പഴയ അബിയെ തിരിച്ചു തരണം. തമാശയും കളിച്ചിരിയും ഒക്കെയുള്ള എന്റെ പഴയ അബി. പഴയ പോലെ വ്ലോഗൊക്കെ ചെയ്യണം കേട്ടോ. ചെയ്യാം. ഞാൻ എല്ലാത്തിനും ശ്രമിക്കാം ചേച്ചി. അത് മതി. എങ്കിൽ മോൻ കിടന്നു. ഗുഡ് നൈറ്റ്. ഹലോ. ഞാൻ മുമ്പ് വിളിച്ചിട്ടുണ്ട്, മറന്നില്ലാന്ന് കരുതുന്നു. ജേർണലിസ്റ്റ് അരുന്ധതി മിശ്ര എന്ന കള്ളപ്പേരെ വിളിക്കുന്ന ആളല്ലേ? എനിക്ക് കള്ളപ്പേര് പറയേണ്ട ഒരാവശ്യമില്ല. ഞാൻ പറഞ്ഞത് എന്റെ റിയൽ നെയിം തന്നെയാണ്. വെറുതെ തർക്കിക്കാൻ ഞാനില്ല. ജേർണലിസ്റ്റ് അരുന്ധതി മിശ്രയും ഞങ്ങളുടെ ടീം വിളിച്ച് സംസാരിച്ചു. അവര് ബാംഗ്ലൂരിൽ വളരെ സ്വസ്ഥമായി 1-2 പത്രങ്ങൾക്ക് കൺസൾട്ടിംഗും ചെയ്ത് ചില കോളംസും എഴുതി ജീവിക്കുകയാണ്. അവർക്ക് ഇവിടുത്തെ അണ്ടർകവർ പോലീസിന്റെ കാര്യത്തിൽ ഒരു താല്പര്യവും ഇല്ല. സോ നിങ്ങൾ വിളിച്ച കാര്യം എന്താണെന്ന് വെച്ചാ അത് പറഞ്ഞോളൂ. അണ്ടർകവർ പോലീസ് എന്ന പേരിൽ ആരെയും അറിയിക്കാതെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഗുണ്ടാ സംഘത്തെയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നിയമം കയ്യിലെടുക്കാനും ആരെയും കൊന്നു തള്ളാനും ഒരു മടിയില്ലാത്ത ഒരു കൊലയാളി കൂട്ടത്തെ. സിസ്റ്റത്തിന്റെ പഴുതുകൾ കണ്ടെത്തി രക്ഷിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ അതേ പഴുതുകൾ വെച്ച് ശിക്ഷിക്കാനും ആൾക്കാരുണ്ട്.
നിയമം കയ്യിലെടുത്ത് ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല. നിയമപരമായ എൻകൗണ്ടർ മാത്രമേ നടന്നിട്ടുള്ളൂ. എങ്കിലത് ജനങ്ങളുടെ മുന്നിൽ വന്ന് ഏറ്റുപറയാനും ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. അതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ചെയ്തോളും. എന്നും ഇങ്ങനെ ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്യാന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ ആരാണെന്നും എന്താണെന്നും ഞാൻ പുറത്തുകൊണ്ടുവരും. ശ്രമിക്കുന്നതിൽ വിരോധമില്ല, പക്ഷേ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾക്ക് വ്യക്തമാണ്. അണ്ടർ കവർ ടീമിനെ വെളിച്ചത്ത് കൊണ്ടുവന്ന് ഇങ്ങനൊരു ടീമിനെ ഇല്ലാതാക്കി ക്രിമിനൽസിനെ സഹായിക്കണം. അതിനുവേണ്ടി അവരിൽ നിന്ന് കൊട്ടേഷനുമായി വന്ന ഒരു തരം താണ് തേർഡ് റേറ്റ് ക്രിമിനലാ നിങ്ങൾ. ഞാനല്ല, നീയാണ് ക്രിമിനൽ, കാക്കിയിട്ട ക്രിമിനൽ. നിന്നെയൊന്നും ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. ചെയ്തു കൂട്ടുന്ന ഓരോ തെറ്റിനും നീയൊക്കെ ഉത്തരം പറയേണ്ടി വരും. ഞാൻ പറയിക്കും. തെറ്റുകൾ ചെയ്തുവെന്ന് ബോധ്യപ്പെട്ടാൽ അതിന് ശിക്ഷ അനുഭവിക്കാൻ ഒരു മടിയുമില്ല. പക്ഷേ അത് നിങ്ങൾ പറയുന്നത് പോലെ ആവില്ല. നിങ്ങൾ ആരാണെന്നും എന്താണെന്നും ഞങ്ങൾ ആദ്യം കണ്ടെത്തും. എന്നിട്ട് നിങ്ങളെ ജനങ്ങൾക്ക് മുന്നിലും നിയമത്തിന് മുന്നിലും കൊണ്ടുവരും. കരുതിയിരുന്നോ? ഞാൻ കരുതിയിരുന്നോളാം. പക്ഷെ ഏതാണ് ആദ്യം സംഭവിക്കുന്നതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കാണാം. കാണാം. ആഹാ, റെഡിയായോ? ഈ ഒരു കാര്യത്തിന് മാത്രം എന്റെ ഭാര്യ കൃത്യസമയത്തിന് റെഡിയാവും. അപ്പൊ ചന്ദ്രയോ? ആ, ഇന്നത്തെ ഷോപ്പിംഗ് ഓർത്ത് അവിടെ ഇന്നലെ ഉറങ്ങിയിട്ട് പോലുമില്ല. അത് ശരി. ഓ പിന്നെ ഞാൻ ആദ്യമായിട്ടല്ലേ ഷോപ്പിങ്ങിന് പോകുന്നത്. പൃഥ്വിയുടെ അവൻ ഇതുവരെ റെഡിയായില്ലേ? ആഹാ, അവനും വരുന്നുണ്ടോ? അവന്റെ ഹൽദിയുടെ പർച്ചേസിനല്ലേ പോകുന്നത്. അപ്പൊ പിന്നെ അവനില്ലാതെ പറ്റുമോ? ആ, ഇങ്ങനൊരു ഷോപ്പിങ്ങിന്റെ ആവശ്യമുണ്ടോ പൂർണിമ? ഡ്രസ്സുകളും ആഭരണങ്ങളും ഇവിടെ കൊണ്ട് തന്നല്ലേ? ഡ്രസ്സുകൾ മാത്രല്ല ചെറിയച്ച, വേറെയും സാധനങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ ഹൽദിയുടെ ഡ്രസ്സ് നമ്മൾ ഡിസൈൻ ചെയ്യിച്ചായിരുന്നല്ലോ. ഒരു കല്യാണം വന്നാ എത്ര ഫങ്ഷൻസ് ആണെന്നറിയോ ഇപ്പൊ? ഇതൊക്കെ കച്ചവടക്കാർ മാർക്കറ്റ് ചെയ്യുന്നല്ലേ. ഈ പെണ്ണുങ്ങൾ അതിൽ ഇൻഫ്ലുവൻസ് ആകുന്നു, അത്രേ ഉള്ളൂ. എല്ലാവർക്കും ജീവിക്കണ്ടേ? അപ്പൊ നമ്മളാൽ കഴിയുന്ന സപ്പോർട്ട് ചെയ്തു കൊടുക്കണം. ആ പൃഥ്വി, നീ അഷിതെ വിളിച്ചില്ലേ? അവർ ഷോപ്പിലേക്ക് വന്നോണ്ടിരിക്കുക. വണ്ടി ചിറക്കിലേക്ക് അയക്കണോ? എന്തിന്? അവര് വേണമെങ്കിൽ ടാക്സി വിളിച്ചു വന്നോളൂ. അത് തന്നെ. അത്രയെങ്കിലും ഈ കല്യാണത്തിന് വേണ്ടി അവര് ചെയ്യട്ടെ. ഏതായാലും ഇത്തവണത്തെ ഓണം ബമ്പറും ക്രിസ്മസ് ബമ്പറും എല്ലാം ഒന്നിച്ചടിച്ചിരിക്കുന്നത് അഷിതയ്ക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുവാ. ഈ കല്യാണം തീരുമാനിച്ചത് മുതൽ റോയൽ ലൈഫ് അല്ലേ. എന്താ ചെറിയച്ചത്? ചെറിയച്ചൻ ഇങ്ങനെ സംസാരിക്കാതെ. നമ്മൾ ഈ രീതിയിലാ കാണുന്നതെന്ന് അവരറിഞ്ഞു കഴിഞ്ഞാ അഷിതയ്ക്ക് അത് എത്രമാത്രം സങ്കടാവുന്നറിയോ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ പൂർണിമ. ഒരാളെ വേദനിപ്പിക്കുന്ന തമാശകൾ പറയാതിരിക്കുന്നതാ നല്ലത്. ടൈം ആയില്ലേ? ഈ ലൂസ് സ്റ്റോക്ക് ഒക്കെ നിർത്തിയിട്ട് നമുക്കൊന്ന് ഇറങ്ങിക്കൂടെ? ആ ശരി, എന്നാ ഞങ്ങള് ഇറങ്ങിക്കട്ടെ. ശരി മോളെ. വാ ചെറിയമ്മ. വാ. പോയിട്ട് വരാമേ.